അയ്യോ എന്നാ കാട്ടിയത്? കാട്ടിയില്ല, കാട്ടാൻ പോന്നേ ഉള്ളൂ. കാലയില് കൊട്ടും വടിയും എടുത്ത് കല്യാണം കളവാണെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകും. സായങ്കാലം ആവുമ്പോ മൂക്കറ്റം കുടിച്ചിട്ട് തിത്തായി തേന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കേറി വരും. വീട്ടിലെ പ്രായപൂർത്തിയായ ഒന്ന് പതക്കപ്പെട. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പുരുഷനല്ലേ, കയ്യിൽ വായിക്കുന്നവനുമല്ലേ. ആളുകൾ കേട്ടാ മാനം കപ്പലേറിടും. എന്തോ മാനം കപ്പലേറിടാൻ? രാത്രി കൊഴ കൊഴാന്ന് കേറി വരുമ്പം இந்த ஊர்ல இருக்கிறவங்க எல்லாம் செவிடா. എടി എന്നെ ആരും കുറ്റം சொல்ல മാട്ടാ, തന്നെ താൻ കുറ്റം சொல்லுவான். വായില വാർത്ത വരുന്നു, ഏതാ சொல்ல പോறேன். சொல்லும். ടീനു എവിടെ? അവള് ചെമ്മണ്ണിന്റെ പറയിൽ പാല് വാങ്ങിക്കാൻ പോയിരിക്കുക. സംഗതി അറിഞ്ഞോ? ആ, നമ്മുടെ കുതിരക്കാരൻ ജമ്പുലിംഗത്തിന്റെ ശവം പുഴക്കരയിൽ അടിഞ്ഞിരിക്കുന്നു. എന്റെ ഭഗവതി, ചതിച്ചോ? അവൻ കടം വാങ്ങിയ വകയിൽ 50 രൂപ എനിക്ക് ബാക്കി തരാനുണ്ട്. ഏത് പരമദ്രോഹിയാ ഈ പണി ചെയ്തത്? തമ്പുരാൻകുട്ടി അല്ലാണ്ടാരാ? അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കാ ചോദിക്കാൻ ധൈര്യം? ഈ കരയിൽ ചട്ടം നടത്താൻ വരുന്ന ആകെ 2 പോലീസുകാരാ, അതും മാസത്തിലൊരിക്കൽ. തിരിച്ചു പോകുമ്പോ തമ്പുരാൻകുട്ടിയുടെ സമ്മാനങ്ങൾ വാങ്ങി ആ മല കയറി പോകുന്നത് കാണാം. പിന്നെ പഞ്ചായത്തിൽ ചോദിച്ചാ തെളിവ് എവിടെ നിന്നാ അവരുടെ ചോദ്യം. തെളിവുണ്ടോ? അമ്മയും പെങ്ങളും ഉള്ളവർക്ക് ഇവരെ ജീവിക്കട്ടെ എന്നില്ല. തമ്പുരാൻകുട്ടിക്ക് പെണ്ണുങ്ങളെ പിടിച്ചാൽ ഒന്ന് കണ്ണടച്ചോണം, അത്രേ വേണ്ടു തമ്പുരാൻകുട്ടിക്ക്. നട്ടലുള്ളവരില്ലേ ഇവിടെ ചോദിക്കാൻ? കണ്ണാ, നീ വെറുതെ ഒച്ച വെക്കാതെ. ജമ്പുലിംഗു ആണായിരുന്നു, അവന്റെ പെങ്ങളെ തമ്പുരാൻകുട്ടിയാണ് പിഴപ്പിച്ചതെന്നും അവളെ തമ്പുരാൻകുട്ടി കെട്ടിയില്ലെങ്കിൽ തമ്പുരാൻകുട്ടിയുടെ കുടലെ അവന്റെ പിച്ചാത്തിപ്പിടിയിൽ ഇരിക്കുമെന്നൊക്കെ എന്നല്ല അവൻ ചന്തയിൽ പറഞ്ഞത്. ഇപ്പൊ എങ്ങനുണ്ട്? ഒരു തമ്പുരാൻകുട്ടിയെ തമ്പുരാൻകുട്ടി എന്താ കണ്ണ കാര്യം അറിയാൻ സംസാരിക്കുന്നത്? അവന്റെ പെങ്ങളെ ആരോ പഴപ്പിച്ചു, ഞാൻ അറിയാത്ത കാര്യമാണ്. എന്നിട്ട് കള്ളടിച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് നാടുകളെ പറഞ്ഞു നടന്നു. രാത്രി കടത്തി കിടന്നപ്പം പുഴയിൽ വീണാണ്. കള്ളല്ലേ, നീന്താൻ പറ്റി കാണില്ല, മരിച്ചു. ഇതാണ് സത്യം. നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ വാ കാണിച്ചു തരാം. ഇപ്പൊ വിശ്വാസമായടാ. തമ്പുരാൻകുട്ടിക്കെതിരെ തിരിയുന്നതിന്റെ എല്ലാം ഗതി ഇതായിരിക്കും. ഈ നാട്ടിൽ നട്ടലുള്ള ഒരേ ഒരാണ് ഞാനേ ഉള്ളടാ, തമ്പുരാൻകുട്ടി. മനസ്സിലായോ? ആ, ഇനി നീ പൊയ്ക്കോ. ഒരു ചായ. തപാൽ ശിവായി ഇവിടെ വരുമോ? കുറച്ചു നേരം കൂടി കഴിയും. ആരേ 3 ചായ. രണ്ട് ചായ മതി നേരെ. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. കൊച്ചു പയ്യൻ ചിപ്പു ആരാണെന്ന് നിനക്കറിയോ? നേരെ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. ഓ, കൊടുത്തേക്കാമേ. അവന്റെ ഒരു വേഷം കണ്ടില്ലേ, ഒരു സായിപ്പൂട്ടി. എടാ മണിയാ ചന്തു, വാടാ പോവാം. കുഞ്ഞ് ഏതാ? കുറച്ച് വടക്കുള്ളതാ, പേര് ശ്യാം. ഈ പോയ വിത്തിന്റെ അളിയൻ ഒരു വലിയ വിത്തുണ്ട്, തമ്പുരാൻകുട്ടി. വല്ലാത്തവനാ. അവന്റെ പേരിലാ ഇവന് ഈ കളി കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു എല്ലു പോലും ബാക്കി കാണില്ലായിരുന്നു. അതാ കയ്യിലിരിപ്പ്. നായെ പേടിക്കണം, നായ്ക്കാറ്റത്തെയും പേടിക്കണമെന്ന സ്ഥിതിയാ. അതുപോട്ടെ, കുഞ്ഞെന്താ ഇവിടെ? എനിക്കൊരു അമ്മാവനുണ്ട്, ശങ്കുണ്ണി എന്നാ പേര്. തേയിലയ്ക്ക് കണക്കെഴുതുന്ന പണിയാ, അറിയോ? ശങ്കുണ്ണിയുടെ ആരാണെന്ന് പറഞ്ഞത്? അനന്തരവൻ. എന്നാ ഇത് നേരത്തെ പറയണ്ടേ? എന്നാ കാശ് വാങ്ങ്. ചായ എന്റെ വക. അറിയോ? കാശ് വാങ്ങ്, ബാക്കി പിന്നെ പറയാം. 48 പെട്ടിയുണ്ട്. ഇത് മുഴുവൻ ജോലിക്കാർക്കുള്ള പെട്ടിയാണ്. നീ ഇടയ്ക്കേറി വെട്ടരുത്. ഒരു വെട്ടി അങ്ങനെ കുറഞ്ഞാൽ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിത്തരാം. ശങ്കുണ്ണി, ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? വലിയ നമ്പരാണ്. ഞാനാണോ വലിയ നമ്പരാണോ തനിക്ക് കാശ് തരുന്നത്? ഞാൻ പറയുന്നവനെ നടക്കാൻ ഇല്ല, ഇവിടെ പണിയണ്ട, മനസ്സിലായോ? ആ, പെട്ടി പോയി കിടക്ക.
ജോലിക്കാർക്ക് തേയില കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞോന്നോ ചോദിച്ചത്? നിങ്ങൾ ആരാ? കർണന്റെ അവതാരം? ഒരു ദാനശീലൻ. ദാനം കൊടുത്ത് അവസാനം കിട്ടിയതേ ഈ കട്ടിലും തളർന്ന കാലമല്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ കിടക്കുന്നു, ചത്ത് തൊലയത്തുമില്ല. കിളവനോട് പറഞ്ഞേക്ക്, അമ്മാവനെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുന്നു. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. എന്തായി? ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു. കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം? അവളെ കുടിയിറക്കി. നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ, വയ്ക്കോ. നിന്റെ ഒക്കെ കൂടെ കുടിക്കാൻ വന്ന എന്നെ തല്ലാൻ നമുക്കിപ്പോ നോക്കാം. അങ്ങനെ ഒന്ന് അമ്മാവ, എന്താ ഇത്? നീ ആരാണ് എന്നെ പിടിക്കാൻ? ഞാനാണ് അമ്മാവ, അമ്മാവന്റെ അനിയത്തി മീനാക്ഷിയുടെ മോൻ. ആരാണ് മീനാക്ഷി? എന്നടി മീനാക്ഷി ചൊന്നത് എന്നാക്ഷി? அம்மாவும் வரணும். இருந்து போகும்போதே என்ன சொல்லிட்டு போனேன்? போயிட்டு வரேன்னு. ஓஹோ, வந்தல்ல 4 கால்ல கையை வீசி. இதோ மனுஷியா, എനിക്ക് വെറ്റല പാക്ക് വാങ്ങിച്ചോണ്ടല്ലേ? എവിടെ? എന്തോ എന്തോ അല്ല, വെറ്റല പാക്ക് വരാമേ இப்ப குடிக்க பாரு காப்பி. இத தவிர பச்சை தண்ணி உனக்கு கொடுக்க மாட்டேன். അച്ഛാ, എന്താ മോളെ? വെറ്റല വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചുവന്നതാണോ? നാളെ ആവട്ടെ. ഉടയാത്ത വള വാങ്ങിച്ചിട്ടില്ല.
പണം കാണാത്തവൻ കണ്ടപ്പോൾ ഉണ്ടായ കുഴപ്പമാ നിന്റെ അച്ഛനെ പറ്റി. പെട്ടെന്നുണ്ടായ പണത്തിന്റെ അഹങ്കാരം മലവെള്ളം പോലെയാ പണത്തിന്റെ വരവും പോക്കുമെന്ന് പോയി കഴിയുമ്പോഴേ അറിയൂ. അപ്പം പഠിക്കും. ഏതായാലും നീ ഇങ്ങോട്ട് പോകുന്നത് നന്നായി. അമ്മാവ എന്തെങ്കിലും ഒരു ജോലി. എന്റെ ഒരു കൂട്ടുകാരന്റെ മകനൊരു ചെറുക്കനുണ്ട്, കോടിമല എസ്റ്റേറ്റിൽ മാനേജറാണ്. ആ അവനോടൊന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ പണി എന്തായാലും തിരക്കേടില്ല. നോക്കട്ടെ, തമ്പ്രാൻകുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കാം. കേറി വാടോ. ചങ്കു, ചങ്കൂട്ടി, ഞാൻ ഇന്നലെ അടിച്ച് പൂക്കൂറ്റിയായി എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ ഞാൻ ഇവിടെ എഴുന്നേക്കൂ. നീ എന്തായി കാണിക്കുന്നത്? സാരമില്ല, ഈ വഴക്ക് തീർക്കാൻ വൈകുന്നേരം ഒരു കുപ്പി പൊട്ടിച്ചാ പോയി. അത് മതി. എന്താ ശങ്കുണ്ണി കാലത്ത് പതിവില്ലാതെ? ഇവൻ എന്റെ അനന്തരവൻ തീർക്കനാ. PUC വരെ പഠിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം കോടിമലയിൽ ഒരു ജോലി കിട്ടും. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി. എന്ത് ജോലി ചെയ്യാം? എന്തും. പഠിപ്പിനത്തെ പണിയൊന്നും ഇവിടില്ല. കുതിരവണ്ടി ഓടിക്കാം? ഓടിക്കാം. ശങ്കുണ്ണി, എന്തോ ഇവനെ കണ്ടിട്ട് ഒരു കള്ളന്റെ ലക്ഷണമാണല്ലോ. മര്യാദയ്ക്ക് പണിയെടുത്തണം. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ. ആ ജംബുലിംഗത്തിന്റെ വണ്ടി ആളിനെ അടക്കല്ലേ? അതെ. എന്നാ പൊയ്ക്കോ. തൽക്കാലം നിനക്കൊരു ജോലിയായി. പിന്നൊരു കാര്യം, തമ്പ്രാൻകുട്ടി ആൾ പെസക, സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കേൾക്കുന്നു. അങ്കന എന്ന് വെച്ചാൽ പെണ്ണ് അഥവാ സ്ത്രീ. അങ്കനമാർ സ്ത്രീയുടെ മാർ. മൗലേ ബാലേ, നല്ല നല്ല ബാലെ കളിക്കുന്നു എന്ന് ചുരുക്കം. ബാലെ ചൂലെ, ഇതാണ് താങ്കളുടെ മോളെ പഠിപ്പിക്കാൻ പോകുന്നത്? ഏയ്, ഒന്നാം തരം ഭരതനാട്യം. അറിയുന്നത് സ്ത്രീക്ക് ഭൂഷണം. വേണ്ട, ദേവദാസികളുടെ തേവടിച്ച് നൃത്തം എന്നൊരു ദുഷ്പേരുണ്ട്. അശ്ലീലമില്ലാത്ത കാലയിൽ തൂക്കിന് നാടും എന്ന് തുടങ്ങുന്ന നൃത്തം വല്ലതും കൈവശം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നോക്കാം. അപ്പൊ ഞാൻ പോട്ടെ. ഏതായാലും നൃത്തത്തിന്റെ കാര്യം പറക്കണ്ട. ആലോചിക്കാം. പെട്ടണി അങ്ങോണി. നീ വെറുതെ അവിടെ കുത്തിയിരിക്കണ്ട, ഒന്ന് ചുറ്റി കറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. പോയിക്കോ പോയിക്കോ.